ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ നാശം കാണാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരന്തരമായ തിരിച്ചടികളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സ്വന്തം രാജ്യം കൂടി നാശോന്മുഖമാകുന്നതിൻ്റെ ഞെട്ടൽ ട്രംപിനെ തേടിയെത്തിയിരിക്കുകയാണ്. അതെ, അമേരിക്ക അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പലസ്തീനിലേക്ക് ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്താൻ തയ്യാറാവുകയും അമേരിക്ക അതിന് വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്ത സമയത്ത് അമേരിക്കയെ വിഴുങ്ങിയ ഒരു കാട്ടുതീയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ കാട്ടുതീയിൽ മരിച്ചവർ നിർഭാഗ്യകരമായ സംഭവമാണത്. ആ മരിച്ചവർക്ക് നമ്മൾ ആദരാഞ്ജലികൾ നേർന്നതാണ്. ഇത്തരം സാധാരണക്കാർ മരിക്കുന്ന ദുരന്തങ്ങൾ, അത് പ്രകൃതി ദുരന്തങ്ങളായാലും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണെങ്കിലും നമുക്കൊക്കെ വലിയ വിഷമമുണ്ടാകും. പക്ഷേ അന്ന് പലരും ചൂണ്ടിക്കാട്ടിയത് അമേരിക്ക ചെയ്തു കൂട്ടുന്നതിനൊക്കെ പ്രകൃതി അമേരിക്കയെ ശിക്ഷിക്കുകയാണ് എന്ന മട്ടിലായിരുന്നു. അങ്ങനെ ഒരു വാദവും അതിനോടനുബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. ഇപ്പതാ ഇറാനെ തകർക്കുക, ഇറാനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന വിധത്തിലേക്കുള്ളൊരു വലിയ യുദ്ധം അവിടെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അമേരിക്ക പടക്കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് പറഞ്ഞയക്കുകയും ഫൈറ്റർ ജെറ്റുകളൊക്കെ തയ്യാറാക്കി പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിക്കുകയും ഇറാനിൽ ആഭ്യന്തര കുഴപ്പങ്ങളും ക്ഷാമവും ഒക്കെ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതേസമയം തന്നെ അതുപോലൊരു തീവ്രതയിൽ അമേരിക്കയ്ക്കുള്ളിൽ വലിയ പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ പ്രകൃതിയുടെ താണ്ഡവം അരങ്ങേറുകയാണ്. അമേരിക്കയിൽ അതിശൈത്യം രൂക്ഷമായിരിക്കുന്നു, പിടിമുറുക്കിയിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ മാത്രം നിലവിൽ ഏതാണ്ട് 14 പേർ മരിച്ചുവെന്നാണ് BBC-യുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. 23 സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല സൂപ്പർ മാർക്കറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭക്ഷണമില്ലാത്തതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതിഗുരുതരമായ സാഹചര്യമാണ് അമേരിക്കയിലെമ്പാടും റിപ്പോർട്ട് ചെയ്യുന്നത്. ജനസംഖ്യയുടെ പകുതിയിലധികം പേരെ അതിശൈത്യം ബാധിച്ചുവെന്ന് നാഷണൽ വെതർ സർവീസ് അറിയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇറാനെ തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ഇറാനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മുഴുവൻ ശ്രദ്ധയും ആ കാര്യങ്ങളിലേക്ക് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമേരിക്കയിൽ വളരെ പെട്ടെന്ന് അതിശൈത്യം പടർന്നു പിടിച്ചത്. ഇതോടെ യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ മാറി ട്രംപ് സ്വന്തം രാജ്യത്തെ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. 23 സംസ്ഥാനങ്ങളിൽ നേരിട്ട് ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യമെന്ന് പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ഗുരുതരാവസ്ഥയാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ആളുകൾക്ക് ഭക്ഷണം തേടാൻ കഴിയുന്നില്ല, സൂപ്പർ മാർക്കറ്റുകളിലെ സ്റ്റോക്കുകൾ കാലിയായിരിക്കുന്നു, പുതിയ സ്റ്റോക്കുകൾ എത്തിക്കാൻ കഴിയുന്നില്ല, വാഹന ഗതാഗതം പോലും പലയിടത്തും ദുസ്സഹമാകുന്ന രീതിയിലാണ്. എങ്ങോട്ടും പോകാൻ കഴിയാതെ ആളുകൾ ഒരു ലോക്ക്ഡൗണിലായതുപോലെ. അതായത് ഇറാനിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? ഇറാനിൽ ജനങ്ങൾക്ക് ഭക്ഷണമില്ല, പണമില്ല, ഭക്ഷണം വാങ്ങിക്കാൻ പണമില്ല, പണത്തിന് മൂല്യമില്ല, അവിടെ വലിയ അരാജകത്വം നിലനിൽക്കുന്നു, തൊഴിലില്ല, ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, പലയിടത്തും വലിയ പ്രക്ഷോഭങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് ഇറാനിൽ. ഇതിന് പിന്നിൽ അമേരിക്കയാണ് എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അവിടേക്ക് സൈനികരെ അയച്ച് ആ രാജ്യം കൂടുതൽ കത്തിക്കും എന്ന് വെല്ലുവിളിച്ച് ട്രംപ് ആ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി സൈന്യത്തെയും പറഞ്ഞു വിട്ട് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം രാജ്യത്ത് അതിഭയാനകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരും ചെയ്തതല്ല, പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയാണ്. നോക്കുക, എവിടെയൊക്കെയാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്? വടക്കൻ സംസ്ഥാനങ്ങളായ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, മസാച്യുസെറ്റ്സ് എന്നിവിടങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്. 5 ഇഞ്ച് മുതൽ 1.5 അടി വരെ കനത്തിലാണ് മഞ്ഞ് വീണ് കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ, വലിയ ഹൈറ്റിലേക്ക് മഞ്ഞ് വീണ് കിടക്കുമ്പോൾ അവിടുത്തെ ഗതാഗതം പോലും നടക്കാത്ത സാഹചര്യം. തെക്കൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും റോഡുകളിലേക്ക് ഇറങ്ങരുതെന്നും ഗതാഗതം പരമാവധി ഒഴിവാക്കണമെന്നും ദേശീയ സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട്.
126 ഷെൽട്ടറുകളും വാർമിംഗ് സെൻറ്ററുകളുമൊക്കെ തുറന്നിട്ടുണ്ട് എന്ന് ജനപ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശക്തമായ മഞ്ഞുകാറ്റ് വീശുന്നുണ്ട്, മഞ്ഞ് വീഴ്ചയുണ്ടാകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തൻ്റെ രാജ്യത്തെ ഇത്രയും ഗുരുതരമായൊരു പ്രതിസന്ധിയെ വിട്ടുകളഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൈയൊഴിഞ്ഞിട്ട് ഇറാനെ തകർക്കാൻ പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇത്രയും ദിവസം ആയിട്ട് ഒന്നാമത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള കനത്ത വെല്ലുവിളികൾ ട്രംപിന് മുന്നിലേക്കുള്ള നീക്കങ്ങൾ ദുഷ്കരമാക്കിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ട്രംപിന് ഇറാനെ ആക്രമിച്ചാൽ പിന്നീടുണ്ടാകുന്ന വലിയ യുദ്ധം അത് എത്രത്തോളം ഭീകരമാണ് എന്ന ബോധ്യമുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ, യുദ്ധവിഷയത്തിൽ വലിയ ആശയക്കുഴപ്പത്തിൽ ട്രംപ് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോഴാണ് ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 7 ഡെഡ് എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ കണക്കാണ്. BBC വാർത്ത നോക്കുക. ആൻഡ് 8 lakh വിത്തൗട്ട് പവർ ആസ് മേജർ വിൻ്റർ സ്റ്റോം ഹിറ്റ്സ് US എന്നാണ് പറയുന്നത്. 8 ലക്ഷത്തോളം പേരെ വൈദ്യുതി പോലുമില്ലാത്ത വിധത്തിൽ ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നു, ഈ പ്രകൃതിക്ഷോഭം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 14 പേർ മൊത്തത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ മുഴുവനായി അടയ്ക്കുന്നു, വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, സ്കൂളുകൾ അടയ്ക്കുന്നു, റോഡുകൾ അടയ്ക്കുന്നു. അങ്ങനെ എങ്ങോട്ടും പോകാൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങൾ പൂർണ്ണമായും ലോക്കായി കിടക്കുന്ന, ഭക്ഷണം പോലും അവർക്ക് കൃത്യമായി കിട്ടാത്ത, കടകളിലേക്ക് പോലും പോകാൻ കഴിയാത്ത, ഏതെങ്കിലും തരത്തിൽ ഒരു അതിജീവനം ദുഷ്കരമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് ഇനി ഇറാനിലേക്ക് ഉള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ഇറാനിൽ യുദ്ധം നടത്തുക, അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇറാനെ ആക്രമിക്കാനായി ഇറങ്ങി തിരിച്ചപ്പോൾ ഇറാനിലേക്ക് പടക്കപ്പലുകൾ അയച്ച് ഏതെങ്കിലും തരത്തിലൊരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇറാനെതിരെ ഒരു വലിയ മുന്നേറ്റത്തിന് അമേരിക്ക തയ്യാറെടുക്കുമ്പോൾ പ്രകൃതി തന്നെ അമേരിക്കയുടെ അത്തരം നീക്കങ്ങളെ, ട്രംപിൻ്റെ അത്തരം മുന്നോട്ട് പോക്കിന് തടയിടുകയാണ് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ രാജ്യത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ അത് വളരെ വളരെ അപലപനീയമാണ്, അല്ലെങ്കിൽ ദുഃഖകരമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് ആകസ്മികമായി ഇതുപോലെ അമേരിക്ക യുദ്ധത്തിൽ സജീവമായി ഇടപെട്ട സമയത്ത്, പലസ്തീനിലേക്ക് വലിയ ആക്രമണം നടത്താൻ തയ്യാറെടുത്ത സമയത്ത്, ഇസ്രായേലിന് വേണ്ടത്ര ആയുധങ്ങൾ മുഴുവനും നൽകാൻ തീരുമാനിച്ച സമയത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഈ ഷെൽട്ടർ ഹോമുകളിലേക്ക്, ഗസയിലെ ഷെൽട്ടർ ഹോമുകളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്ന സമയത്തായിരുന്നു ജബലിയ ക്യാമ്പ് ഉൾപ്പെടെയുള്ള മേഖലയിലെ ഷെൽട്ടറുകൾ മുഴുവൻ തകർക്കണം, അവിടെയൊക്കെ ഈ പറയുന്ന ഹമാസിൻ്റെ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ആക്രമണത്തിലേക്ക് പോകാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്ന സമയത്താണ് അതിനെ വേണ്ട സഹായങ്ങൾ മുഴുവൻ അമേരിക്ക നൽകാനിരിക്കുമ്പോഴാണ് അമേരിക്കയെ പിടിച്ചുലച്ചുകൊണ്ട് വലിയ തോതിലുള്ള കാട്ടുതീ പടർന്നത്. പിന്നീട് അവിടുത്തെ സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അവിടുത്തെ ഏറ്റവും പോഷായിട്ടുള്ള ഒരു മേഖലയിലാണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. ഹെക്ടർ കണക്കിന്, 10,000 ഏക്കർ കണക്കിന് സ്ഥലം അത്തരത്തിൽ കാട്ടുതീ വിഴുങ്ങുന്ന സാഹചര്യമുണ്ടായി. അത് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി. അന്ന് അമേരിക്കൻ ഭരണകൂടത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടിയും വന്നിരുന്നു. അപ്പോൾ യുദ്ധത്തിലേക്ക് ശ്രദ്ധ അന്ന് കേന്ദ്രീകരിച്ച സമയത്ത് പ്രകൃതി എത്തിയത് കാട്ടുതീയുടെ രൂപത്തിലാണെങ്കിൽ, ഇന്ന് ട്രംപ് ഇറാനെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഇറാനെ ബുദ്ധിമുട്ടിക്കാൻ, ഇറാനെ പ്രതിരോധത്തിലാക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കുന്നത് അത് ഒരു സ്നോഫാളിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ അതിശക്തമായ ശൈത്യത്തിൻ്റെ രൂപത്തിലാണ് എന്നുള്ളത് ചിലപ്പോൾ ആകസ്മികമായിരിക്കാം. പക്ഷേ എങ്കിലും അതിനെ ഒരു ശിക്ഷ എന്ന നിലയിൽ അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യശക്തിയുടെ പിന്നോട്ട് വലിക്കുന്ന നിലയിലൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. ഈ വാർത്തകൾക്ക് അടിയിൽ വരുന്ന പല കമൻറ്റുകളിലും ഈ പറയുന്ന ട്രംപിന് പടച്ചവൻ പണി കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ഈ ലോകത്ത് യുദ്ധമുണ്ടാക്കി ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പൈശാചിക ഭാവത്തിനുള്ള തിരിച്ചടിയാണ്, ദൈവത്തിൻ്റെ നിയോഗമാണ് ഈ ട്രംപിനെ പിടിച്ചു വയ്ക്കുന്ന ഇത്തരം നടപടികളെന്ന് പറയുന്നവരുമുണ്ട് കേട്ടോ. എന്തായാലും ഒരു സമാനത ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ കാര്യത്തിൽ, ആ സമയങ്ങളുടെ കാര്യത്തിൽ, ഏത് സമയങ്ങളിലൊക്കെയാണ് അമേരിക്കയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് എന്നതിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു ആകസ്മികമായ കാര്യമായിരിക്കാം, പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഇറാനിലെ സമാനമായ ജനങ്ങളുടെ ദുരന്താവസ്ഥ, ഒരു ഗുരുതരമായ സാഹചര്യം അത് അമേരിക്കയിലും മറ്റൊരു രൂപത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുത.